എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഫാം സാഞ്ചുറിയിലേക്കാണ്. എന്താണെന്നല്ലേ, JCയുടെ ഈ വർഷത്തെ അവസാന പ്രോഗ്രാമായ ഹാലോവീൻ പാർട്ടി നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ പാർട്ടിക്ക് അത്ര പ്രാധാന്യം കിട്ടി വരുന്നതേ ഉള്ളൂ. കൂടുതലായിട്ടും ഇത് പാശ്ചാത്യ നാടുകളിലാണ് ഈ ആഘോഷം നടക്കുന്നത്. ഹാലോവീൻ എന്നത് ഒക്ടോബർ 31 പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഇതാദ്യം കൾട്ടിക് സംസ്കാരത്തിൽ നിന്നുള്ള ഒരു ആഘോഷമായിരുന്നു. അവിടെ ഈ ദിവസം സാംഹെയിൻ എന്ന് വിളിച്ചു. പുരാതന വിശ്വാസപ്രകാരം ഈ രാത്രിയിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഭീകരവേഷങ്ങൾ ധരിച്ച് അവരെ പേടിപ്പിക്കാനുള്ള ആചാരം ആരംഭിച്ചത്. ഇന്നത്തെ കാലത്ത് ഹാലോവീൻ പ്രധാനമായും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നടന്നു വരുന്നത്. JCയുടെ ഈ വർഷത്തെ ലാസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു ഒത്തൊരുമയുടെയും എൻജോയ്മെൻറ്റിൻ്റെയും നല്ലൊരു ആഘോഷമായി മാറി. JC തൃപ്പൂണിത്തുറയ്ക്ക് ഈ വർഷത്തെ പെർഫോമൻസിന് കിട്ടിയ ട്രോഫികളാണിതെല്ലാം. വന്നപ്പോൾ എനിക്കും കിട്ടിയൊരു മുഖംമൂടിയൊക്കെ. അതുവച്ച് എല്ലാവരെയും പേടിപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ കരുതലൊക്കെ വെറുതെ ആയിപ്പോയി. എന്നെക്കാളും വളരെ മനോഹരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ അണിഞ്ഞൊരുങ്ങുന്നുണ്ടായിരുന്നു. അണിയറയിൽ നാഗവല്ലിയും കള്ളിയങ്ങാട്ട് പഴയ നീലിയും പുതിയ നീലയും ഡ്രാക്കുളയും തുടങ്ങി നിരവധി പ്രേതങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എല്ലാവർക്കും അവൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന രൂപത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ വലിയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഇത്. അത് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മുഖഭാവങ്ങളൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞാൻ തന്നെ പേടിച്ചുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് സൂം ഔട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ പൊണ്ടാട്ടിയും കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് തന്നെ. നമ്മൾ TV-യിലൊക്കെയാണല്ലോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇതൊരു വേറിട്ടൊരു അനുഭവത്തിൽ തന്നെ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും എൻജോയ് ചെയ്തു. ഈ പ്രേതാത്മാക്കളെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്കൊരേ ഒരു സണ്ണിക്കുട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ JCയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുമേഷ് ജി ആയിരുന്നു ആ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചത്. എല്ലാ ആത്മാക്കളും അവരുടെ കഴിവുകൾ ഞങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. പഴയ നീലിയെയും പുതിയ നീലിയെയും ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒന്നും പറയണ്ടല്ലോ, നമ്മുടെ ഡ്രാക്കുള വന്ന് എല്ലാവരെയും അലറി വിളിച്ച് കുട്ടികളൊക്കെ പേടിപ്പിച്ചിട്ട് ഒന്നും പറയാനില്ല. സൂപ്പർ പെർഫോമൻസ്. നാഗവല്ലിയുടെ വരവ് സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എല്ലാ കയ്യടിയും നാഗവല്ലി കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. അത്രയ്ക്കും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നാഗവല്ലിയുടേത്. പലരും നാഗവല്ലിയെ തളയ്ക്കാൻ നോക്കിയിട്ടോ, പക്ഷേ ഒരു രക്ഷയുമില്ല. നാഗവല്ലി പിടികൊടുക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് വന്നത് നമ്മുടെ കുട്ടിഭൂതങ്ങളായിരുന്നു കേട്ടോ. അവരെല്ലാവരും പലതരത്തിലുള്ള വേഷങ്ങളുമായിട്ട് എല്ലാവരെയും രസിപ്പിച്ചു.
അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയായിരുന്നു പഴയ കള്ളിയങ്ങാട്ട് നീലികളുടെ ഒരു പെർഫോമൻസ്. ലോക സിനിമയിലെ പുതിയ കള്ളിയങ്ങാട്ട് നീലിയും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. എത്തിപ്പോയി മക്കളെ, എത്തിപ്പോയി. അങ്ങനെ യഥാർത്ഥ ഹലോവീൻ പ്രേതങ്ങളെല്ലാവരും വന്ന് എല്ലാവരെയും പേടിപ്പിച്ച് സത്യത്തിൽ ഇതൊരു വല്ലാത്തൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പലരും പിന്മാറിയ സ്ഥാനത്ത് നാഗവല്ലിയെ തളയ്ക്കാൻ നമ്മുടെ സാക്ഷാൽ സണ്ണിക്കുട്ടൻ എത്തുകയുണ്ടായി. പക്ഷേ സണ്ണി തോറ്റോടുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാനും അതുപോലെ പരസ്പരം എല്ലാവരെയും മനസ്സിലാക്കാനും അവരുമായിട്ട് നല്ലൊരു ബന്ധവും നല്ല സൗഹൃദമൊക്കെ സ്ഥാപിക്കാനും ഒക്കെ കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളാണിതെല്ലാം. എല്ലാ മേളങ്ങൾക്കും ശേഷം ഗംഭീരമായിട്ടുള്ളൊരു ഡിന്നറും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ബായ്.